ഒരു ക്വാളിറ്റി ഇഷ്യൂ പോലെ എനിക്ക് തോന്നി കേട്ടോ ഇതിനകത്ത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, ഇതിനകത്ത് ഈ പാർട്സൊക്കെ കണ്ടില്ലേ, ഈ വെൽഡ് ചെയ്തേക്കുന്നതൊക്കെ ഒരു എന്താ പറയുന്നത്, അൺപ്രൊഫഷണലായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പഴയ എൻഎസ്, ഇത് നമ്മുടെ പുതിയ എൻഎസ്. ഇത് തമ്മിലാണെങ്കിൽ ജസ്റ്റ് ഒരു കമ്പാരിസൺ വേണേൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ റിവ്യൂ വീഡിയോ കേട്ടോ. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി ഏതാണെന്നറിയാം, അതാണ് ഹൈലൈറ്റ്. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി നമ്മുടെ പുതിയ NS200 കേട്ടോ, ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി. ഫസ്റ്റ് നമുക്ക് ലുക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്റീരിയർലി ന്യൂ ലുക്ക് എന്നൊന്നും ഞാൻ പറയുന്നില്ല. LED യൂണിറ്റിന്റെ ഭാഗത്ത് അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ വന്നേപ്പോണ്ട്. ഒരു 2 സ്റ്റേജ് LED യൂണിറ്റ്സ് ആണെന്ന് വേണേൽ പറയാം. ഇവിടെ ആണെങ്കിൽ ഡിമ്മ്, ബ്രൈറ്റ് അങ്ങനെ 2 സെക്ഷൻ ആയിട്ട് കേട്ടോ വന്നേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണ് ഹെഡ്ലൈറ്റ് യൂണിറ്റിന്റെ ഒരു വിസിബിലിറ്റി എന്നൊക്കെ പറയുന്നത്. ടൈം ഇവിടെ ആണെങ്കിൽ LED ഇൻഡിക്കേറ്റേഴ്സ് വന്നേക്കുന്നത്. വേണ്ട കണ്ടില്ലേ. ഫ്രണ്ട് നോക്കുന്ന ടൈമിൽ ഒരു 300 mm ഡിസ്ക് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ബ്രേക്കിംഗ് ബൈറ്റും കാര്യങ്ങളും നമ്മുടെ നേരത്തെ NSനകത്ത് വന്നപ്പോൾ ഉണ്ട്. അതേ സെയിം ബ്രേക്കിംഗ് സെറ്റപ്പ് കേട്ടോ ഇതിനകത്തും വന്നേക്കുന്നത്. ഫ്രണ്ടിലത്തെ ഒരു ടയർ സെക്ഷൻ നോക്കാൻ പോയി കഴിഞ്ഞാൽ 118/17 ടയേഴ്സ് ഓട്ടോ വന്നേക്കുന്നത്. റേഡിയൽ ടയേഴ്സ് എല്ലാം വന്നേക്കുന്നത്. ഇതിനകത്ത് ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. മൾഗാർഡിൻ്റെ ഒരു സെക്ഷൻ നോക്കുന്ന ടൈമിൽ നമ്മൾ നേരത്തെ കണ്ടേ പോലെ അതേ സെയിം മൾഗാർഡാട്ടോ വന്നേക്കുന്നത്. ഒരു ചെറിയൊരു കാർബൺ ഫൈബറിൻ്റെ ഒരു ടെക്സ്റ്റേർഡൊക്കെ ഇതിനകത്ത് കൊടുത്തേപ്പുണ്ട്. പിന്നെ നമ്മുടെ 41 mm അപ്സൈഡ് ഡൗൺ ഫോർക്കും ഇതിനകത്ത് കാണാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സസ്പെൻഷനാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ട്രാവലും വരുന്നുണ്ട്. എന്നുവെച്ചാൽ അധികം ഹാർഡും അല്ല, അധികം സോഫ്റ്റും അല്ല. ഒരു മിഡ് സെറ്റിങ്സ് വെച്ചേക്കുന്ന ഒരു സസ്പെൻഷനാണെന്ന് വേണേൽ പറയാം. സൈഡ് നോക്കുന്ന ടൈമിൽ നമ്മൾ നേരത്തെ NS കണ്ടു വന്നേക്കുന്ന അതേ ടാങ്ക് സെറ്റപ്പ് ആട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ഇതേ ഇവിടെ കണ്ടില്ലേ, ഇവിടെ 200 ചെറിയൊരു ബാഡ്ജിങ് കൊടുത്തപ്പോൾ ഉണ്ട്. ഇവിടെ നമ്മുടെ റേഡിയേറ്റർ കാണാം. ഇവിടെ ചെറിയൊരു ക്രാഷ് കാർഡ് അങ്ങനെ ചെറിയ സംഭവം വന്നപ്പോൾ ഉണ്ട്. പിന്നെ നമ്മൾ താഴത്തോട്ട് നോക്കുമ്പം കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു അണ്ടർബെല്ലിയും സംഭവങ്ങളും വന്നപ്പോൾ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്റ്റഡി ആയിട്ടുള്ള ഒരു അണ്ടർബെല്ലി കേട്ടോ. എഞ്ചിൻ സൈഡ് നോക്കുന്ന ടൈമിൽ ഒരു 199cc ലിക്വിഡ് കൂൾഡ് DTSI എഞ്ചിൻ കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ഏകദേശം ഒരു 4 വാൾവ് എഞ്ചിനാണ് വന്നേക്കുന്നത്. അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു കുഴപ്പമില്ല. ഏകദേശം ഒരു 24 bhp പവറും ഇതിനകത്ത് വരുന്നുണ്ട്. ഏകദേശം ഒരു 19 Nm ടോർക്കും ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബൈക്ക് തന്നെ കേട്ടോ. 200cc സെഗ്മെൻറ്റ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ സെറ്റപ്പ് ആട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു കുഴപ്പമില്ല. ബ്രേക്കിൻ്റെ ലിവേഴ്സ് കണ്ടില്ലേ, ഇത് അത്യാവശ്യം ഒരു തെന്നി പോകുന്നതായിട്ട് എനിക്കൊരു ഫീൽ ഉണ്ട് കേട്ടോ. ഈ ഒരു ഫുഡ് റെസ്റ്റും ബ്രേക്ക് ലിവറും അങ്ങനെ ഇതൊക്കെ തെന്നി പോകുന്നതായിട്ട് എനിക്ക് ചെറിയൊരു ഫീൽ ഉണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു നമ്മുടെ ഹീറ്റ് ഡിസിപ്പേറ്റ് ആയി പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു വെന്റിലേഷനും കൊടുത്തപ്പോൾ ഉണ്ട്. പിന്നെ എനിക്ക് ഒരു സെൻറ്റർ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ബാക്കിലത്തെ ടയർ സെക്ഷൻ നോക്കുന്ന ടൈമിൽ 130/17 ടയേഴ്സ് കേട്ടോ ബാക്ക് വന്നേക്കുന്നത്. റേഡിയൽ ടയേഴ്സ് അല്ല വന്നേക്കുന്നത്. എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ഗ്രിപ്പും കാര്യങ്ങളും ടയറിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗത്തൊന്നും കുഴപ്പമില്ല. പിന്നെ ബാക്ക് സൈഡിൽ ABS ഉണ്ട്. നമുക്ക് റയർ ABS ഓഫ് ചെയ്യാനായിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. സീറ്റ് നോക്കുന്ന ടൈമിൽ ഒരുവിധം സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് ആട്ടോ വന്നേക്കുന്നത്. അതിൻ്റെ ഭാഗത്തും യാതൊരു കുഴപ്പമില്ല. ഇതേ കണ്ടില്ലേ, അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ലോണം പിടിച്ചിരിക്കാൻ പറ്റിയൊരു ഗ്രാബ് റെയിൽ സെറ്റപ്പ് ഇതിനകത്ത് വന്നേപ്പോൾ ഉണ്ട്. വണ്ടിക്കകത്ത് കയറിയിരിക്കുമ്പോൾ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വന്നേക്കുന്നത് 800 mm കേട്ടോ. അത് വെച്ചിട്ട് എനിക്ക് 2 സൈഡും അത്യാവശ്യം കിടിലുമായിട്ട് കാല് കുത്തി നിൽക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. സൈഡും പ്ലാന്റഡ് ഫുട്ട് ഇല്ല, എന്നാലും ഒരുവിധം കാല് കുത്തി നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റിലേക്ക് വരുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ കേട്ടോ. നമ്മുടെ പഴയ ആ ഡിസ്പ്ലേ മാറിയിട്ട് പുതിയൊരു ഡിസ്പ്ലേ കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ഡിസ്പ്ലേയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് വന്നേക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ആണെങ്കിൽ ചെറിയൊരു ഇഗ്നിഷനും കാര്യങ്ങളും വന്നപ്പോൾ ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഇവിടെ ലൈറ്റ് ഓണും ഓഫും, പിന്നെ ഇവിടെ ഇഗ്നിഷൻ, പിന്നെ ആണെങ്കിൽ ഇവിടെ ഡിമ്മ്, ബ്രൈറ്റ്, പാസ്, പുറയിൽ ഒരു മോഡ് ബട്ടൺ വന്നപ്പോൾ ഉണ്ട്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ, പിന്നെ ഇവിടെ ഹോണ്. ഇത് ഇത്രയാണ് ബേസിക് കാര്യങ്ങളാണ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ഡിസ്പ്ലേക്കകത്ത് എന്തൊക്കെയാണ് വന്നേക്കുന്നത് നോക്കാം. ഡിസ്പ്ലേ നോക്കുന്ന ടൈമിൽ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഒരു RPM മീറ്റർ ഉണ്ട്, പിന്നെ ഒരു സ്പീഡോമീറ്റർ ഉണ്ട്, ഓഡോമീറ്റർ വന്നപ്പോൾ ഉണ്ട്, ട്രിപ്പ് A, ട്രിപ്പ് B, അത്രയൊക്കെ തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഇത്രയൊക്കെ തന്നെയുള്ള ഈ മീറ്ററിനകത്ത് വന്നേക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് അധികം വേറെ സ്പെഷ്യലായിട്ടൊന്നും വന്നേപ്പോയില്ല. മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഇതിനകത്ത് പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം കേട്ടോ. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് 10/10 നാവിഗേഷൻ ചെയ്യാൻ പറ്റും. അത് പറയാൻ വിട്ടുപോയി. പിന്നെ കുറച്ച് വാർണിംഗ് ലാംപ്സ് കൊടുത്തപ്പോൾ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള വാർണിംഗ് ലാംപ്സ് ഒക്കെ ഇല്ലേ, അതല്ല ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ജസ്റ്റ് എക്സോസ്റ്റ് നോട്ടോടെ ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതേ ഗായ്സ്,
ഒരു അണ്ടർബെല്ലി എക്സോസ്റ്റ് ആട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. എക്സോസ്റ്റിനോട്ട് കേട്ടില്ലേ? ഒരു ക്വാളിറ്റി ഇഷ്യൂ പോലെ എനിക്ക് തോന്നി കേട്ടോ ഇതിനകത്ത്. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ ഇതിനകത്ത് ഈ പാർട്സ് ഒക്കെ കണ്ടില്ലേ? ഈ വെൽഡ് ചെയ്തേക്കുന്നതൊക്കെ ഒരു എന്താ പറയുന്ന അൺപ്രൊഫഷണലായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു മോശമായിട്ട് പറയാനായിട്ട്. ബാക്കി അതർവൈസ് വണ്ടി എല്ലാം കിടിലോ കേട്ടോ. ഞാനിപ്പോൾ 2 വണ്ടി ഇവിടെ കൊണ്ട് വെച്ചപ്പോൾ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ പഴയ NS, ഇത് നമ്മുടെ പുതിയ NS. ഇത് തമ്മിലാണെങ്കിൽ ജസ്റ്റ് ഒരു കമ്പാരിസൺ വേണേൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് കമ്പാരിസൺ നോക്കുന്ന ടൈമിൽ ഇതിനകത്ത് LED ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആട്ടോ വന്നേക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ നോർമൽ ഹാലജൻ യൂണിറ്റ് വന്നേക്കുന്നത്. ഇതിനകത്ത് DRLs വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഹാലജൻ തന്നെയാണ്. അത് താഴത്ത് ചെറിയൊരു ഇതുപോലെ വന്നേക്കുന്നത്, ഒരു ഐബ്രോ പോലെ ഒക്കെ എന്ന് വേണേൽ പറയാം. ഇത് അധികം നമുക്ക് DRL കാണാൻ പറ്റത്തില്ല. പക്ഷേ അതേസമയം ഇതിൻ്റെ DRL കണ്ടില്ല, അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ള ഒരു DRL സെറ്റപ്പാട്ടോ വന്നേക്കുന്നത്. നല്ലൊരു LED ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഇതിനകത്ത് വന്നപ്പോൾ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളും ഈ ലൈറ്റിനകത്ത് വന്നപ്പോൾ ഉണ്ട്. പിന്നെ ഇതിനകത്ത് വന്നേക്കുന്ന അടുത്ത മാറ്റം എന്ന് പറയുന്നത് ഇത് ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സാണ്. ഇതിനകത്ത് വരുമ്പം ചെറിയ LED ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ വന്നേക്കുന്നത്. അതാണ് ഒരു മെയിൻ മാറ്റം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ചെറുതായിട്ട് ഇതിന് കൂടുതലാണെന്ന് തോന്നും കേട്ടോ. ടെക്നിക്കലി ഇതിന് രണ്ടിനും ഒരേ ഇത് തന്നെ വന്നേക്കുന്നത്, നമുക്ക് ചെറുതായിട്ട് തോന്നുന്നത്. ടയറിൻ്റെ സെക്ഷൻ നോക്കുന്ന ടൈമിൽ 118/17 ടയേഴ്സ് കേട്ടോ രണ്ടിലും വന്നേക്കുന്നത്. അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു മാറ്റമില്ല. പിന്നെ രണ്ടിലും USD ഫോർക്ക് വന്നേക്കുന്നത്, അതിൻ്റെ ഭാഗത്തും യാതൊരു മാറ്റമില്ല. ഇതിനകത്തും 300 mm ഡിസ്ക് വന്നേക്കുന്നത്, ഇതിനകത്തും 300 mm ഡിസ്ക് വന്നേക്കുന്നത്. സെയിം കാലിപ്പർ, സെയിം ബ്രേക്ക്, സെയിം ബൈറ്റ്, ഓൾമോസ്റ്റ് ആ കാര്യത്തിലെല്ലാം സെയിം ആട്ടോ. പിന്നെ വന്നേക്കുന്ന മാറ്റം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു നോർമൽ ഡിസ്പ്ലേ ആട്ടോ വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേ എന്ന് വെച്ചാൽ പാർഷ്യലി ഡിജിറ്റൽ പാർഷ്യലി അനലോഗ് എന്ന് പറയുന്ന ആ ഒരു ഡിസ്പ്ലേ ഇതിനകത്ത് വന്നേക്കുന്നത്. ഈ ഒരു നമ്മുടെ RPM മീറ്റർ ആണെങ്കിൽ അനലോഗായിട്ടും നമ്മുടെ സ്പീഡോമീറ്റർ ഡിജിറ്റലായിട്ടും കാണിച്ചേക്കുന്നത് ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ഈ സൈഡിൽ വാണിംഗ് ലാംപ്സും കാര്യങ്ങളും ഒക്കെ വന്നേക്കുന്നത്. അതേസമയം നമ്മൾ പുതിയതിലോട്ട് പോകുമ്പോൾ ഒരു ഫുള്ളി ഡിജിറ്റൽ ഡിസ്പ്ലേ ആട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു മോഡ് സെലക്ടറിൻ്റെ ഒരു ബട്ടണും വന്നപ്പോൾ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇതിനകത്ത് ചെറിയൊരു ചാർജിങ് സോക്കറ്റും കൊടുത്തപ്പോൾ ഉണ്ട് കേട്ടോ. USB Type-A to നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ചാർജിങ് കണക്ടർ കേട്ടോ. പിന്നെ എനിക്ക് ഇവിടെ ഒരു RPM മീറ്ററും കൊടുത്തപ്പോൾ ഉണ്ട്, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ, ചെറിയൊരു റിവ്യൂ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.